നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ട ഒരുത്തനും ജാമ്യമില്ല. കട്ടായം കടുപ്പത്തിലാണ് ഹൈക്കോടതി. കഴിഞ്ഞ ദിവസം വാസുവിന്റെ ജാമ്യാപേക്ഷ കോടതി കീറി എറിഞ്ഞിരുന്നു. മാറാരോഗമെന്ന് വാസുവിന്റെ അഭിഭാഷകൻ ഡയലോഗ് അടിച്ചതും കോടതി അടിച്ചോടിച്ചു. ഇന്നിപ്പോൾ എസ് ശ്രീകുമാറിന്റെ ജാമ്യാപേക്ഷയും തള്ളി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ശ്രീകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. 2019 സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ ഉത്തരവിറക്കിയ മഹസറിൽ ശ്രീകുമാർ ഒപ്പുവെച്ചിരുന്നു. ശ്രീകുമാറിന്റെ ചോദ്യം ചെയ്യൽ കേസ് അന്വേഷണത്തിൽ നിർണായകമാണെന്നും ജാമ്യം നൽകുന്നത് കേസ് അന്വേഷണത്തെ ബാധിക്കുമെന്നുള്ള അന്വേഷണ സംഘത്തിന്റെ വാദം പരിഗണിച്ചാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ദേവസ്വം മുൻ സെക്രട്ടറി ജയശ്രീക്കും തിരിച്ചടി. സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിയൊരുക്കുക മാത്രമല്ല, സ്വർണം കടത്തിയതിലും പത്മകുമാറിന് പങ്കുണ്ടെന്ന് SIT കോടതിയിൽ അറിയിച്ചു. ഹൈക്കോടതിക്ക് മുന്നിൽ തെളിവുകൾ ഉൾപ്പെടെയാണ് SIT നിരത്തിയിരിക്കുന്നത്. ഇതോടെ പത്മകുമാറിന് കുരുക്കിൽ നിന്ന് ഊരാ കുരുക്കാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ദ്വാരപാലക പാളി കേസിലും പത്മകുമാർ പ്രതി. രണ്ടാമത്തെ കേസിലും പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കട്ടിളപ്പാളി കേസിലും പത്മകുമാറിന് വലിയ തിരിച്ചടി. റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടി. ജാമ്യം ചോദിച്ചു വരുന്ന ഒരെണ്ണത്തെയും വെറുതെ വിടാതെ തീച്ചൂളയിൽ നിർത്തുകയാണ് കോടതി ഇപ്പോൾ. ഹൈക്കോടതി മല കയറുമ്പോൾ സർക്കാരിന്റെയും CPMന്റെയും തല പിളരുന്നു. ശബരിമല കേസിൽ കോടതി കടുപ്പിക്കുകയാണ്. അന്വേഷണ സംഘത്തിന് 1 മാസം കൂടി സമയം അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ് ഹൈക്കോടതി. പഴുതടച്ച് പ്രതികളെ പൂട്ടുന്നതിനും ഉന്നതരിലേക്കും അന്വേഷണം എത്തുന്നതിന് SITക്ക് കൂടുതൽ സമയം അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. ശബരിമല കൊള്ളയിൽ SIT നിർണായക ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും ഇന്നുമായി കൊള്ളക്കാരെയും തലതൊട്ടപ്പന്മാരെയും വരിഞ്ഞു മുറുക്കുന്ന നടപടികൾ കോടതികൾ സ്വീകരിച്ചു. പക്ഷേ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഗർഭകഥയ്ക്ക് പിന്നാലെ പോയതുകൊണ്ട് ശബരിമല വലിയ ചർച്ചയായില്ല. പത്മകുമാറിന് അടപടലമാണ് കുരുക്ക് മുറുകുന്നത്. സ്വർണം കടത്തുന്നതിൽ പത്മകുമാറിന് പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം തുറന്നടിച്ചതോടെ കൊള്ളയുടെ തലം മാറിയിരിക്കുകയാണ്. കരുതിക്കൂട്ടി കൊള്ളയ്ക്ക് കൂട്ടുനിന്നു, കടത്തിന് വഴിയൊരുക്കി നേട്ടം കൊയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിന് ഇനി ആജീവനാന്തകാലം അഴിക്കുള്ളിൽ കിടക്കാനുള്ള വകുപ്പാണ് ഒരുങ്ങുന്നത്. മിനുട്സിൽ ക്രമക്കേട് വരുത്തിയത് കൂടാതെ ദ്വാരപാലക ശില്പങ്ങൾ കടത്തിയതിലും പത്മകുമാർ പ്രതിയാണ് എന്ന് SIT കോടതിയിൽ വ്യക്തമാക്കുന്നതോടെ ഇനി വാസുവിനും പത്മകുമാറിനും ഇനി അറസ്റ്റിലാകാൻ പോകുന്നവർക്കും ഈ കടത്തിലും ബന്ധമുണ്ട് എന്നുള്ളത് വ്യക്തമാകുകയാണ്. ഈ കടത്തിന് കൂട്ടുനിന്നുവെങ്കിൽ ആ കടത്തിൽ ഈ സ്വർണം എവിടേക്കൊക്കെ എത്തിച്ചിട്ടുണ്ടോ ആ സംഘങ്ങളുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്നുള്ളതും തെളിയുകയാണ്. മഹസറിൽ പിച്ചളയെന്നെഴുതിയത് ചെമ്പെന്ന് തിരുത്തിയത് താനാണെന്ന് പത്മകുമാർ മൊഴി നൽകിയിരുന്നു. എല്ലാം കൂട്ടായ തീരുമാനമാണ്, എന്നിട്ട് ഞാൻ മാത്രമാണോ എല്ലാത്തിനും ഉത്തരവാദിയെന്ന് പത്മകുമാർ തുറന്നടിച്ചത് പലരിലേക്കും വിരൽ ചൂണ്ടുന്നതാണ്. ചിലതൊക്കെ ബോധ്യപ്പെട്ട കോടതി കൊള്ളയിൽ ഉന്നതർക്ക് പങ്കുണ്ടെന്ന ബോധ്യത്തിലാണ് SITക്ക് അന്വേഷണത്തിന് 1 മാസവും കൂടി അനുവദിച്ചിരിക്കുന്നത്. ഒരുത്തനും രക്ഷപ്പെടരുത് എന്ന കടുത്ത തീരുമാനമാണ് ഹൈക്കോടതിക്കുള്ളത്. ശബരിമലയിൽ കാലാകാലങ്ങളായി വലിയ കൊള്ള നടക്കുന്നുണ്ട്. ഇനിയും അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. ഭക്തർ മല കയറിയെത്തി അയ്യപ്പന് കാണിക്കയായി കൊടുക്കുന്നതൊന്നും കട്ടെടുക്കാനുള്ള ഒരവകാശവും ശബരിമലയിലുള്ള ഒരുത്തർക്കും ഇല്ല. ഇനിയും ശബരിമലയുടെ പേരിൽ കൊള്ള നടക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഹൈക്കോടതിയുടെയും തീരുമാനം. ശബരിമലയിൽ ഒരു പൊളിച്ചെഴുത്തിനു കൂടിയാണ് ഹൈക്കോടതി നീക്കം നടത്തുന്നത്. ഇനി ഒരു കാലത്തും അവിടെ ഒരു കൊള്ളയും നടക്കരുത്. ആ തരത്തിലുള്ള ഒരു പൊളിച്ചെഴുത്തിലേക്ക് കാര്യങ്ങൾ എത്തണം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ തീരുമാനം. അതിന് ഹൈക്കോടതി തുനിഞ്ഞിറങ്ങുമ്പോൾ ശബരിമല ചക്കരക്കുടമായി കണ്ടവർക്ക് കൈ പൊള്ളുകയാണ്. ഇനി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ വിഷയം അന്വേഷിക്കുന്നത് ഹൈക്കോടതി വിലക്കിയിട്ടില്ലെന്ന് ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിന് സാധ്യത ഉയർന്നു വരികയാണ്. ഇതോടെ ആശങ്കയുടെ നിഴലിലാണ് CPMും സർക്കാരും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വിപുലമായ പദ്ധതികൾ ഉള്ള BJPക്ക് സ്വർണ്ണക്കൊള്ളയിൽ ED അന്വേഷണം എത്തിയാൽ അത് വലിയ ഒരു സാധ്യത തുറന്നിട്ട് കൊടുക്കുകയാണ്. അതായത് കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ തന്നെ പിടിമുറുക്കുകയാണ്. ഇവിടുത്തെ സർക്കാർ അഴിമതിയിൽ കുളിച്ചു നിൽക്കുകയാണ്, അമ്പലം വരെ കൊള്ളയടിക്കുകയാണ് എന്ന വാദം അവർ തുറന്നു കാട്ടും. അതുകൊണ്ട് തന്നെ BJPയുടെ മുതലെടുപ്പിനെ ഭയക്കുന്നുണ്ട് CPM. സ്വർണ്ണക്കൊള്ള കേസിൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത FIRന്റെ പകർപ്പും മൊഴികളും കൈമാറണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ പുതിയ അപേക്ഷ നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ വാദവും കേട്ട ശേഷം മജിസ്ട്രേറ്റ് കോടതി ഉചിതമായ തീരുമാനമെടുക്കണം.
സ്വർണ്ണക്കൊള്ളയിൽ ബംഗളൂരു കേന്ദ്രീകരിച്ച് കള്ളപ്പണ ഇടപാടുകൾ നടന്നുവെന്ന സംശയമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുള്ളത്. നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റം ചുമത്തിയിട്ടുണ്ട്. അതോടൊപ്പമാകും കള്ളപ്പണ ഇടപാടും അന്വേഷിക്കുക. ഇതിന് കോടതിയുടെ അനുമതി കിട്ടിയാൽ ഇ.ഡി. പരിശോധനകളിലേക്ക് നീങ്ങും. ഇ.ഡിയുടെ രംഗപ്രവേശം CPM-നെ ശരിക്കും ആശങ്കയിലാക്കുന്നുണ്ട്. ഇ.ഡി. വന്നാൽ സർക്കാരും CPM-ഉം അടിമുടി പ്രതിരോധത്തിലാകും, പ്രതിക്കൂട്ടിലുമാകും. ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുമെന്ന ആശങ്കയാണ് പാർട്ടിക്ക് ഇപ്പോഴുള്ളത്. കാരണം ഇതുവരെ SIT കടകംപള്ളിയിലേക്ക് നീങ്ങിയിട്ടില്ല. തന്ത്രിയാണോ മന്ത്രിയാണോ എന്ന ചോദ്യത്തിൽ ഇങ്ങനെ ബ്രേക്ക് ഇട്ട് നിൽക്കുകയാണ് SIT. എന്നാൽ ഇ.ഡി. വന്നാൽ നേരിട്ട് കടകംപള്ളിയെ തൂക്കുമോ എന്നുള്ള ഒരു ആശങ്കയാണ് CPM-നുള്ളത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് കേന്ദ്ര സർക്കാർ ഇ.ഡിയെ വെച്ച് ഇവിടുത്തെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള, വരിഞ്ഞു മുറുക്കാനുള്ള എല്ലാ വഴികളും പയറ്റും. ഇ.ഡി. സർക്കാരിനെ ആകെ സംശയ നിഴലിൽ നിർത്താൻ ശ്രമിക്കുമെന്ന ഭയമാണ് CPM-നുള്ളത്. ഇതുകൂടാതെ ശബരിമലയിൽ 2025 വരെയുള്ള ഇടപാടുകൾ അന്വേഷിക്കുന്നതായി SIT കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയതോടെ ഇപ്പോൾ അധികാര സ്ഥാനത്തിരിക്കുന്നവർക്കെതിരെയും ഇ.ഡി. തിരിയാൻ സാധ്യതയുണ്ട്. സർക്കാരിലും കരിനിഴൽ വീഴും. 2014 മുതൽ 2025 വരെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ പരിശോധിക്കേണ്ടതിനാലാണ് SITക്ക് കേസന്വേഷണത്തിന് കോടതി 1.5 മാസം നീട്ടി നൽകിയിരിക്കുന്നത്. അന്വേഷണം തൃപ്തികരമാണെന്ന് ജസ്റ്റിസ് V. രാജ വിജയരാഘവൻ, ജസ്റ്റിസ് K.V. ജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ച് വിലയിരുത്തിയിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന് കോടതി നേരത്തെ അനുവദിച്ച 6 ആഴ്ച സമയം അവസാനിച്ചിരുന്നു. പുരോഗതി റിപ്പോർട്ട് SIT കോടതിയിൽ സമർപ്പിച്ചത്. ഈ അന്വേഷണ റിപ്പോർട്ടിൽ കോടതി സംതൃപ്തി അറിയിച്ചിട്ടുമുണ്ട്. ഹൈക്കോടതി മേൽനോട്ടം വഹിക്കുന്ന സെൻസിറ്റീവ് കേസാണെന്ന പരാമർശത്തോടെയാണ് ഇ.ഡിയുടെ അപേക്ഷ മജിസ്ട്രേറ്റ് കോടതി ഹർജി തള്ളിയിരുന്നത്. അതിനെതിരെ ഇ.ഡിയുടെ കൊച്ചി സോണൽ ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. FIR-ഉം മറ്റും പൊതുരേഖയാണെന്നും ഇ.ഡി വാദിച്ചു. കൃത്യമായ കാരണങ്ങളും വസ്തുതകളും വിവരിച്ച് വിചാരണ കോടതിയിൽ പുതിയ ഹർജി നൽകാമെന്ന് കോടതി വ്യക്തമാക്കിയത്. അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന SP ശശിധരൻ കോടതിയിൽ നേരിട്ടെത്തിയായിരുന്നു റിപ്പോർട്ട് സമർപ്പിച്ചത്. അന്വേഷണ പുരോഗതി ഉൾപ്പെടുത്തി ഇടക്കാല റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ദേവസ്വം മുൻ കമ്മീഷണർ വാസു, മുൻ പ്രസിഡന്റ് A. പത്മകുമാർ എന്നിവരുടെ അറസ്റ്റ്, ഇവരെ ചോദ്യം ചെയ്തതിലൂടെ ലഭിച്ച നിർണായക വിവരങ്ങൾ അടച്ചിട്ട മുറിയിൽ SP കോടതിയെ അറിയിച്ചു. അന്വേഷണം നിർണായക ഘട്ടത്തിലാണെന്നും കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുണ്ടെന്നും വ്യക്തമാക്കിയതോടെ അന്വേഷണത്തിന് 1 മാസം കൂടി അനുവദിച്ചത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരുടെ അറസ്റ്റിലേക്കടക്കം അന്വേഷണ സംഘം കടക്കുമെന്നാണ് സൂചന. കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിന് പുറമെ ഇ.ഡിയും സ്വർണ്ണക്കൊള്ളയിൽ ഉടൻ അന്വേഷണം ആരംഭിക്കും എന്നുള്ളത് വല്ലാതെ തീച്ചൂളയിലാക്കുകയാണ് CPM-നെ. ഇ.ഡിയുടെ അന്വേഷണത്തെ കോടതി തടസ്സപ്പെടുത്തിയിട്ടില്ലെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി ഇ.ഡിയുടെ പുതിയ ഹർജി വീണ്ടും പരിഗണിക്കാൻ മജിസ്ട്രേറ്റ് കോടതിക്ക് നിർദ്ദേശവും നൽകിയതോടെ തല പിളർന്നിരിക്കുകയാണ് CPM-ന്. ഇവിടെയാണ് വലിയൊരു കുരുക്കിലേക്ക് CPM-ഉം സർക്കാരും വീണിരിക്കുന്നത്. ഇതുവരെ രാഹുൽ വിഷയം ഇട്ടുകൊണ്ട് ശബരിമല മുക്കാനുള്ള ഒരു നീക്കം നടത്തി അത് ഒരു പകുതി വരെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇനി അങ്ങോട്ട് പണി പാളുകയാണ്. കാരണം പത്മകുമാർ വരെയുള്ളവരുടെ അറസ്റ്റ് മാത്രമേ ഉണ്ടാകുള്ളൂ. അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ആ ഒരു അറസ്റ്റിലൂടെ കാര്യങ്ങൾ അവസാനിക്കുമെന്നായിരുന്നു CPM കണക്ക് കൂട്ടിയത്. എന്നാൽ ഇനിയും അന്വേഷണത്തിന് 1.5 മാസം കൂടി അനുവദിച്ചതോടെ വരും ദിവസങ്ങളിൽ മറ്റ് അറസ്റ്റുകൾ ഉണ്ടാകും. ദേവസ്വം ബോർഡിലെ മറ്റ് ചിലരിലേക്ക് നീങ്ങും, അവരുടെ അറസ്റ്റുകൾ ഉണ്ടാകും. ഇതൊക്കെ CPM-നെ തീച്ചൂളയിൽ നിർത്തുന്ന സംഗതികൾ തന്നെയാണ്. കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത 3700/25 നമ്പർ ദ്വാരപാലക കേസിലും 3701/25 നമ്പർ കട്ടളപ്പാളി കേസിലും ഉൾപ്പെട്ട എല്ലാ പ്രതികളെയും പൂർണ്ണമായും ചോദ്യം ചെയ്തിട്ടില്ല. 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കർദാസ്, വിജയകുമാർ എന്നിവരെ ചോദ്യം ചെയ്യുന്നതിലും അലംഭാവം പ്രകടമായി. ശങ്കർദാസിന്റെ അറസ്റ്റ് ഒഴിവാക്കാൻ മകനും തൃശൂർ DIG-യുമായ ഹരിശങ്കർ SITക്ക് മേൽ സ്വാധീനം ചെലുത്തിയെന്ന പ്രചാരണവും ശക്തമായിരുന്നു. സർക്കാർ തലത്തിൽ നിർദ്ദേശം വന്നതിനാലാണ് പാളികൾ അഴിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി വശം ചെന്നൈക്ക് കൊടുത്തുവിടാൻ താൻ അനുമതി നൽകിയത് എന്ന പത്മകുമാറിന്റെ മൊഴിയും SITയെ വെട്ടിലാക്കി. മൊഴിയിൽ കൂടുതൽ അന്വേഷണം നടന്നിട്ടില്ല. പാളികൾ സ്വർണം പൂശാൻ തന്നെ അനുവദിക്കണമെന്ന് കാട്ടി പോറ്റി ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് സമർപ്പിച്ച കത്തിനെ പറ്റിയും SIT അന്വേഷിച്ചിട്ടില്ല. ഇതിലേക്കടക്കം വിശദമായ അന്വേഷണം നടക്കണമെന്ന ആവശ്യവും ശക്തമാണ്. അതിനുള്ള അനുമതിയാണ് ഇപ്പോൾ ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത്. ഇതോടുകൂടി വ്യക്തമാകുകയാണ് കടകംപള്ളിയിലേക്കും SITക്ക് എത്തേണ്ടി വരും എന്നുള്ളത്. ആ ഒരു ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ വേണ്ടിവന്നാൽ കടകംപള്ളിയുടെ അറസ്റ്റ് അതും ഉണ്ടാകും. അതിനെ തടുക്കാൻ
CPM-നോ സർക്കാരിനോ കഴിയില്ല. ഇതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇഡിക്ക് പിന്നാലെ NIA-യും CBI-യും വരുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചു. അപ്പോൾ കൈകാലിട്ട് അടിക്കരുതെന്നും സർക്കാരിന് സുരേഷ് ഗോപിയുടെ മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം കേസിൽ ED അന്വേഷണമാകാമെന്ന് ഹൈക്കോടതി പറഞ്ഞതിന് പിന്നാലെയായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ഈ പ്രതികരണം. സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ കഴിയില്ലെന്നും ജനങ്ങളെ മാത്രമേ CPM-ന് പറ്റിക്കാൻ കഴിയൂവെന്നും കേന്ദ്രമന്ത്രി പ്രതികരിച്ചു. പ്രധാനമന്ത്രിയുടെ മേൽനോട്ടത്തിൽ ശബരിമല വരണമെങ്കിൽ ജനം അതിനുവേണ്ടി തീരുമാനമെടുക്കണം. അങ്ങനെയെങ്കിൽ അവിടെ മോഷണം പോയിട്ട് ഒന്ന് തൊട്ടു നോക്കാൻ പോലും കഴിയാതെ വരുമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. ശബരിമല കേന്ദ്രം ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നിലവിലെ ഫെഡറൽ സംവിധാനത്തിൽ അത് സാധ്യമല്ല, ജനങ്ങളാണ് അത് തീരുമാനിക്കേണ്ടതെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. കോർപ്പറേറ്റ് ഫെഡറലിസത്തെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു ഭൂതമായാണ് താൻ കാണുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മോദി ശബരിമല എടുക്ക് എന്ന് പറഞ്ഞാൽ അത് പറ്റുമോ? ജനങ്ങളാണ് അത് തീരുമാനിക്കേണ്ടതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ദൈവത്തെ ഓർത്ത് ശബരിമല എടുക്കാൻ നിങ്ങൾ വരരുത്. കാരണം ഇതിലും വലിയ വർഗീയതകൾക്ക് നിങ്ങൾ ഇവിടെ വിത്തുപാകും. അതാണ് മറ്റൊരു വശം. പിന്നെ ഇഡിക്ക് പുറമെ NIA-യും CBI-യും ഒക്കെ വരും എന്ന് പറയുമ്പോൾ ഇതിനു മുൻപും CBI-യെയും NIA-യും ഒക്കെ ഇവിടെ ഇറക്കിയിരുന്നല്ലോ മറ്റു പല സ്വർണ്ണ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എന്നിട്ട് എന്ത് നടപടിയാണ് ഉണ്ടായത്? പിണറായിക്ക് നേരെ ചെറു വിരൽ അനക്കിയില്ല ഈ കേന്ദ്ര സർക്കാർ. അത് എന്തുകൊണ്ടായിരുന്നു എന്നുള്ളതും ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായി അറിയാം. കാരണം മോദിയും പിണറായിയും തമ്മിലുള്ള ഒത്തുകളിയാണെന്നുള്ളത് മനസ്സിലാക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ട് എന്ന് ഈ പറയുന്ന സുരേഷ് ഗോപി വഹിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയും മനസ്സിലാക്കണം. നിങ്ങളുടെ തട്ടിപ്പും വെട്ടിപ്പും ഇതുപോലെയുള്ള ഇരട്ടത്താപ്പും ഇവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ ഇവിടുത്തെ വിശ്വാസികൾ പൂർണ്ണ തൃപ്തരാണ്. പല അറസ്റ്റുകളും നടന്നതിലും പൂർണ്ണ തൃപ്തരാണ്. ഇനി കേന്ദ്ര സംഘങ്ങൾ വന്നാൽ ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കം മാത്രമേ നടത്തുകയുള്ളൂ. കാരണം ഇവിടെ തെരഞ്ഞെടുപ്പുകൾ വരികയാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും. കേന്ദ്ര സർക്കാർ ഈ വിഷയം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയവൽക്കരിക്കും. അതായത് 2 സീറ്റ് കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ കവാത്ത് മറക്കും, പിണറായിയുമായി വേണമെങ്കിൽ ഡീല് വെക്കുകയും ചെയ്യും. അതിവിടുത്തെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് കേന്ദ്രം അല്ലെങ്കിൽ BJP ഇതിൽ ഇടപെടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്.